പറയാനായ ഇവരെന്നാ പറയാത്തേ? വെറുതെ കളിക്കുന്നതാണല്ലേ ഇവര്. റെഡി 1 ആയാ ഒരു സ്റ്റാർട്ട് ഇവിടുന്ന് പറഞ്ഞാൽ മതി. ഓക്കെ പറഞ്ഞേ. ആ എന്താ പറയാ ഇതൊന്നും മിണ്ടാടിക്കുന്നത്. 5 റിംഗ് വാ. രണ്ട് മൂന്ന് സെന്റൻസ് നോക്കട്ടെ. ടിപ്സ്. എത്ര മിനിറ്റാ വേണ്ടേ? 2 മിനിറ്റ് മതിയാ? 1 മിനിറ്റ് മതിയാ? ഓക്കെ. നല്ലൊരു ഫോട്ടോ എടുത്തിരുവാ. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. എന്തിനാണ് എസൻസ് ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുട്ടികളോട് ചോദിച്ചപ്പോഴും മനസ്സിലായത് അവർക്ക് എന്താണ് സ്കൂളിൽ ഉള്ള വിദ്യാഭ്യാസത്തിൽ കിട്ടുന്ന കുറവ്, അത് നികത്തുക. നമ്മൾ സാധാരണ അന്ധവിശ്വാസങ്ങളൊക്കെ വിശ്വസിക്കുന്നത് പലപ്പോഴും തെറ്റായിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിനെ ഒന്നുകൂടെ കുട്ടികളെ സാധാരണ ഒരു മോൾഡിലിട്ട് വളർത്താതെ ബ്രേക്ക് ദ മോൾഡ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റാണ്. ആ അച്ചിൽ നിന്ന് ഉടച്ചു വാർക്കുക, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് സ്വയം ചിന്തിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കുക. അതിനെ പറ്റിയ പല ക്ലാസ്സുകളാണ് നമ്മൾ നടത്തിയത്. ക്യാമ്പ് എന്ന് കേട്ടപ്പോൾ ആദ്യമേ എൻ്റെ ഒരു സങ്കല്പം എന്ന് വെച്ചാൽ നമ്മളിവിടെ വരുന്നു, ഇവിടെ ഒരു ഭയങ്കര ഇൻസ്ട്രക്ഷൻസ് കാണും, നമ്മൾ അതനുസരിച്ച് ഫോളോ ചെയ്യണം, നമുക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റില്ല, ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല, നമ്മൾ ഭയങ്കര എപ്പോഴും കൺട്രോൾഡ് ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കും. നേരെ തിരിച്ചായിരുന്നു എല്ലാം. ലൈക്ക് ഇവിടെ നമ്മുടെ കോർഡിനേറ്റേഴ്സ് നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാവരും നമ്മുടെ ഫ്രണ്ട്ലി ആയിട്ട് ലൈക്ക് നമ്മുടെ ഒരു ഫാമിലി ട്രിപ്പ് പോലെ വരുന്ന ഒരു ഫീലായിരുന്നു ശരിക്കും കിട്ടിയിരുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ക്ലാസ് KPയുടെ ആയിരുന്നു. KPയുടെ ക്ലാസ് എന്ന് പറയുമ്പം നമ്മുടെ ചിന്തകളുടെ ചേരുവകൾ എന്നതായിരുന്നു വിഷയം. ഇപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എന്തെങ്കിലും ക്ലാസ് പറഞ്ഞു തന്നാൽ അത് പഠിക്കുക, അത് പഠിച്ചിട്ട് വീട്ടിൽ പോവുക, അത്ര തന്നെ. അല്ലാതെ അതിൽ ഫർദർ തിങ്കിങ്ങോ അതിൽ ഫർദറായിട്ട് റിസർച്ച് ചെയ്തോ അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ അങ്ങനെയൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ KPയുടെ ക്ലാസ് കഴിഞ്ഞപ്പം എനിക്ക് അറിയാം, പുതിയൊരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ അതെന്താണ് അങ്ങനെ വൈ ആൻഡ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് ഒരു തോട്ട് ഇപ്പം എൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ 2-1. ഇനി ബാക്കി 9 തൊട്ട് നീ റിയലി എൻജോയ് ചെയ്തൊരു ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ട്രഷർ ഹണ്ട്. ഫസ്റ്റ് ഡേ തന്നെ നടന്നൊരു സാധനമാണ് ട്രഷർ ഹണ്ട്. ഞങ്ങൾക്ക് ഒട്ടും അറിയാത്ത ആൾക്കാരായിട്ടാണ്, പക്ഷെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആ ഗ്രൂപ്പ് മിങ്കിൾ ചെയ്ത സമയമാണ് ട്രഷർ ഹണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയത്. എന്ന് വെച്ചാൽ ആരും ഇൻഡിവിജ്വൽ ഈഗോ ഒന്നുമല്ല, ലൈക്ക് ആരാദ്യം എത്തുന്നു എന്നൊന്നുമല്ല, ഞങ്ങൾ ഗ്രൂപ്പായിട്ടാണ് ഞങ്ങൾ നീങ്ങുന്നത്. ഇങ്ങനെ ഓരോ ക്ലൂ തന്നുകൊണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ഓരോന്നോരോന്നായി കണ്ടുപിടിച്ചു. എവിടെയാ? കിച്ചൻ്റെ ഫ്രണ്ടിൽ. പിന്നെ ജസ്റ്റ് വെറുതെ കുറേ ക്ലാസ്സസ് എടുക്കാതെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ഗെയിംസ് കളിച്ചു, എല്ലാ ഗെയിംസിലൂടെ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഏറ്റവും കൂടുതൽ ഡിഫറെൻ്റ് ആയി തോന്നി എനിക്ക് സ്കൈ വാച്ച് ആയിരുന്നു. കുറേ സ്റ്റാർസിനൊന്നും കാണാൻ പറ്റിയില്ല, ബിക്കോസ് ക്ലൗഡഡ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ അതിനെ പറ്റിയുള്ള ഒരു എക്സ്പ്ലനേഷനും കുറേ ഡൗട്ട്സൊക്കെ ആൻസർ ചെയ്ത് തന്നു. CRൻ്റെ ആസ്ട്രോണമീൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ബ്ലാക്ക് ഹോളിനെ കുറിച്ച് മനസ്സിലായി, ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ഡിസ്റ്റൻസിനെ കുറിച്ച് മനസ്സിലായി. ഇന്ന് രാവിലെ നമുക്ക് സൺ സ്പോട്സും കാണിച്ചു തന്നായിരുന്നു ഒരു ഡിവൈസ് വെച്ചിട്ട്. നമ്മൾ സ്കൂളിൽ സാധാരണയായിട്ട് ഓരോ ഇക്വേഷൻസ് പഠിച്ച് അതിൻ്റെ റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നുള്ളൂ. പക്ഷേ ഇവിടെ ശരിക്കും നമ്മൾ പല കാര്യങ്ങളും, ഒരു കോപ്പർ കോയിൻ എടുത്ത് അതിനെ ഗോൾഡ് കോട്ട് ചെയ്യുന്നതും, ഇവിടെ ആദ്യം തന്നെ തുടങ്ങിയത് ഒരു പൊട്ടിത്തെറിയിൽ നിന്നാണ്, പിന്നെ അവസാനം വരെ പൊട്ടിത്തെറിയായിരുന്നു. അതുപോലെ പല എക്സ്പെരിമെൻറ്റിലൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഡോക്ടർ കാന സുരേഷ് കാണിച്ചു തന്നത്. ലാസ്റ്റത്തെ RCൻ്റെ ആയിരുന്നു, വ്യാജ വിദ്യാർത്ഥിയായിരുന്നു ടോപ്പിക്. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ
ഈ വിദ്യാർത്ഥികൾക്ക് കോമ്പറ്റീഷനുള്ള വിദ്യാർത്ഥികളാണ് റിയൽ ആയിട്ടുള്ള വിദ്യാർത്ഥി. ഞാൻ വിചാരിച്ചു ഞാൻ വ്യാജ വിദ്യാർത്ഥിയാണോ അല്ലെങ്കിൽ റിയൽ വിദ്യാർത്ഥിയാണോ. അപ്പോൾ ഞാൻ അത് കേട്ടപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലായി ഞാനൊരു റിയൽ വിദ്യാർത്ഥിയാണ്. എന്ന് വെച്ചാൽ ഞാൻ 10ാം ക്ലാസ്സിൽ എനിക്ക് നല്ല മാർക്ക് കുറവാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ കോമ്പറ്റീഷൻ വരാറുണ്ട്. അയ്യേ നീ ഇങ്ങനെയൊക്കെയാണോ, അവരുടെ വെല്ലുവിളി കേൾക്കുമ്പോൾ ഉണ്ടാവില്ലേ നമുക്കുള്ള ഒരു ദേഷ്യം അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പം ആ വ്യാജ വിദ്യാർത്ഥി റിയൽ വിദ്യാർത്ഥി എന്താണെന്ന് നല്ല രീതിയിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ലാസ്റ്റത്തെ ആ ടോപ്പിക്ക് പൊളിച്ചു. സയന്റിഫിക് നോളജ് എല്ലാവർക്കും ഉണ്ട്, ആ ടെമ്പർ ആരിലും എത്തുന്നില്ല. സയന്റിഫിക് നോളജ് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് പുസ്തകത്തിൽ പഠിക്കാൻ കിട്ടും. കേരളത്തിൽ തന്നെ എത്ര കുട്ടികളാണ് ഈ സയൻസ് എടുത്ത് പഠിക്കുന്നത്, പക്ഷെ ആരിലും ഒരു ടെമ്പർ ഉണ്ടാവും. ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കും. അങ്ങനെ പറ്റുന്നില്ല. കുറെ ആൾക്കാർ ഈ ലോകത്ത് ചേഞ്ച് ആവുകയാണെങ്കിൽ നമ്മളെ ലോകം ഒന്നും കൂടെ സയന്റിഫിക് ശരിക്കും ഇങ്ങനത്തെ ഒരു ക്യാമ്പ് തന്നെയാണ് ശരിക്കും ആവശ്യം. ഇങ്ങനത്തെ ഒരുപാട് ക്യാമ്പ് വേണം. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ അടിപൊളിയാവും. അപ്പോൾ നമ്മളെ വലിയ നല്ല സമൂഹത്തെ തന്നെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും.